അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഷാഫിയാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ അസലിയായ കലാമാണ്. ഖുർആനും ഷിഫയാണ്. ഷിഫയും ദവാഉം എന്ന രണ്ട് വാക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ദവാ എന്ന് പറഞ്ഞാൽ മരുന്നാണ്, ഷിഫ എന്ന് പറഞ്ഞാൽ മരുന്നുകൊണ്ട് നമുക്ക് കിട്ടേണ്ട നതീജയാണ്, അല്ലേ? അതിൻ്റെ ഔട്ട്കമാണ് ഷിഫ. വിശുദ്ധ ഖുർആൻ മരുന്നാണെന്നല്ല പറഞ്ഞത്, ഖുർആൻ ഷിഫയാണ് എന്നാണ് പറഞ്ഞത്. മരുന്ന് ഷിഫ കിട്ടുന്നതും കിട്ടാത്തതുമുണ്ട്. വിശുദ്ധ ഖുർആൻ യഖീനാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് ഉലമാ പറയുന്ന വിഷയം തജ്രീബിയൻ, അതായത് പരിശോധിക്കാൻ വേണ്ടി അത് ചെയ്യുന്നവർക്ക് ഷിഫ കിട്ടൂല എന്നാണ്. ഇപ്പം സംസം വെള്ളം അങ്ങനെയാണ്, കുടിച്ചാൽ കാര്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. ഞാനൊന്ന് നോക്കട്ടെ, എൻ്റെ വയറുവേദന മാറൂല ഉറപ്പാ. തജ്രീബ് ചെയ്യാൻ അത് പരീക്ഷണത്തിനുള്ളതല്ലാതെ. ഖത്ഈ ദലാലത്തായ ഹദീസുകളാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. വിശുദ്ധ ഖുർആൻ ഷിഫയാണ്, സംസം ഷിഫയാണ്, അസല് തേൻ ഷിഫയാണ്, ഹബ്ബത്തു സൗദ കരിഞ്ജീരകം അതിന് ഷിഫുണ്ട്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൽ വന്ന ഈ വാക്കുകളൊക്കെ എല്ലാ തരത്തിലുമുള്ള അസുഖങ്ങൾക്കുള്ള ഷിഫയാണ്. അത് ഷിഫാ, അത് ഷിഫാഇൻ്റെ ഒരു വലിയ കാരണമാണ്. എന്നാൽ ഫിസിക്കൽ മെഡിസിൻസ് അത് ഉപയോഗിക്കണം, അത് ഉപയോഗിച്ചേക്കണം. എല്ലാ രോഗങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ആ മരുന്നുകൾ നിങ്ങൾ അറിയുന്നവർക്കറിയാം, അറിയാത്തവർക്കറിയില്ല. എല്ലാറ്റിനും അള്ളാഹു മരുന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരുന്ന് കഴിക്കണം. തദാവൂ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നിങ്ങൾ മരുന്ന് കഴിക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാരിസ് ഇബ്നു കിൽദ എന്ന് പറയുന്ന അറേബ്യയിലെ പേരുകേട്ട ഡോക്ടറുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും വലിയ ബിശ്വഗ്വരൻ അറബ് ലോകത്ത്, ഹാരിസ് ഇബ്നു കിൽദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സ്വഹാബികളോടൊക്കെ ഹാരിസ് ഇബ്നു കിൽദയെ പോയി കാണാൻ പറയുന്നുണ്ട്. നമ്മളൊക്കെ പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ പോയിക്കോ, ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, ഏറ്റവും നല്ല ഡോക്ടേഴ്സിനെ റെഫർ ചെയ്യുന്ന പോലെ അറേബ്യയിലെ ഏറ്റവും വലിയ ഡോക്ടറെ ചെന്ന് കാണാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെ ഒരു മരുന്ന് കഴിക്കുന്നത് സുന്നത്താണ്, അങ്ങനെയാണ്. പക്ഷെ ഷിഫ തരുന്നത് അള്ളാഹുവാണ്. ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ ഷിഫ നൽകുന്നത് അള്ളാഹുവാണ്.